പഞ്ചായത്ത് വിഭജനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധി സ്റ്റേ ചെയ്യണമെന്ന സർക്കാർ ആവശ്യം ഹൈക്കോടതി അനുവദിച്ചില്ല. ഇടക്കാല ഉത്തരവിനായി അപ്പീൽ നാളെ പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് അറിയിച്ചു. 2010 പഞ്ചായത്ത് ഘടനയനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുക മാത്രമാണ് പോംവഴിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. ഇതിനായി സമയക്രമവും കമ്മീഷൻ കോടതിക്ക് കൈമാറി. സിംഗിൾ ബെഞ്ച് വിധി സ്റ്റേ ചെയ്ത് നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാൻ സർക്കാരിനെ അനുവദിക്കണമെന്ന് അഡ്വക്കേറ്റ് ജനറൽ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രശ്നം ഗൗരവമുള്ളതാണെന്നും വിശദമായി വാദം കേൾക്കാൻ സമയം വേണമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. എന്നാൽ ഇടക്കാല ഉത്തരവിലൂടെ സിംഗിൾ ബെഞ്ച് വിധി സ്റ്റേ ചെയ്യണമെന്ന് AG ആവർത്തിച്ചു. സ്റ്റേ നൽകുന്നതിനെ എതിർകക്ഷികളും കോടതിയിൽ ചോദ്യം ചെയ്തു. നാളെ ഇടക്കാല ഉത്തരവിനായി അപ്പീൽ പരിഗണിക്കാൻ ഡിവിഷൻ ബെഞ്ച് തീരുമാനിച്ചു. ഇന്ന് 1:45 ഹർജി പരിഗണിക്കണമെന്ന് AG ആവശ്യപ്പെട്ടു. അഡ്വക്കേറ്റ് നാഗേശ്വർ റാവു ഹാജരാകുന്നുണ്ടെന്നും ഉച്ചയ്ക്ക് ശേഷം ഹർജി പരിഗണിക്കണമെന്നും മുസ്ലിം ലീഗ് അഭിഭാഷകനും കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ഇനി അപ്പീൽ അനുവദിക്കാനാവില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഇതിനിടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലവും സമർപ്പിച്ചു. നവംബർ 1 പുതിയ ഭരണസമിതി അധികാരത്തിലെത്തുക എന്നത് ഭരണഘടനാപരമായ ബാധ്യതയാണെന്ന് കമ്മീഷൻ അറിയിച്ചു. ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ: 2010 പഞ്ചായത്തുകളുടെ ഘടനയനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുക. അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബർ 2-ാമത്തെയോ 3-ാമത്തെയോ ആഴ്ചയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനാകും. സെപ്റ്റംബർ 4-ാമത്തെ ആഴ്ചയിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കാം. ഒക്ടോബർ 3-ാം വാരം തെരഞ്ഞെടുപ്പ് നടത്തി ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യാം. ഇതിന് സജ്ജമാണെന്നും കമ്മീഷൻ ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചു. ഹൈക്കോടതിക്ക് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാവുന്നതേ ഉള്ളൂ എന്ന AGയുടെ വാദത്തോടും ഡിവിഷൻ ബെഞ്ച് പ്രതികരിച്ചില്ല. റിപ്പോർട്ടർ, കൊച്ചി.